നമ്മൾ സാധാരണ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഈ ഒരു ടൈപ്പ് സബ്വൂഫറിന്റെ ആംപ്ലിഫയർ ഉണ്ട്. അപ്പൊ ഇതൊരു JBL കാർ ആമ്പാണ്. അപ്പൊ ഇതിനകത്ത് റേറ്റിംഗ് ഉണ്ട്. ഇത് 15 ആംപിയർ ഫ്യൂസ് 15 ആംപിയർ ആണ് ഇതിന് മുകളിലുള്ള റേറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതൊരു മറ്റൊരു JBL ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിനകത്ത് റേറ്റിംഗ് ഇട്ടുള്ളത് 20 ആംപിയർ ഫ്യൂസ് എന്നാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും ആ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 20 ആംപിയർ വേണോ 15 ആംപിയർ വേണം എന്നാണോ? പക്ഷേ അങ്ങനെയല്ല. റേറ്റിംഗ് ആ 20 ആംപിയർ 15 ആംപിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മാക്സിമം റേറ്റിംഗ് ആണ്. അതിനകത്ത് ആ ഫ്യൂസിന്റെ മാക്സിമം ഹോൾഡിംഗ് കപ്പാസിറ്റി, മാക്സിമം ആംപിയർ റേറ്റിംഗ് ആണ് ആ 20 ആംപിയറും 15 ആംപിയറും ആ കാണിച്ചത്, ആ മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആ 20 ആംപിയറും 15 ആംപിയറും ഫ്യൂസ് ആ റേറ്റിംഗ് ഉള്ള ആ ഒരു ആംപ്ലിഫയറിലേക്ക്, ആ ഫ്യൂസ് റേറ്റിംഗ് അത്ര എഴുതിയ ആ ആംപ്ലിഫയറിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സാധാരണ കാർ ബാറ്ററി എന്ന് പറയുന്നത് ഒരു 30 ആംപിയറോ അല്ല അതിലും മേലെയോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റൊരു സപ്ലൈ നിങ്ങൾ 30 ആംപിയറോ അല്ലെ 40 ആംപിയറോ കൊടുക്കുകയെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുക? ഫ്യൂസ് അടിച്ച് പോവോ? അതല്ലല്ലോ സംഭവിക്കുന്നത്. ഫ്യൂസ് പോകുന്നില്ല. അപ്പോൾ അത് ആ ഫ്യൂസിൻ്റെ അകത്ത് കൂടി ഡ്രെയിൻ ചെയ്യുന്ന ആംപിയർ മാക്സിമം 20 ആംപിയർ വരെയാണ്. അപ്പോൾ ആ 20 ആംപിയർ ഉള്ളതിൽ ആ 20 ആംപിയറിന്റെ മേലെ എപ്പോഴാണോ ഡ്രെയിൻ ചെയ്യുന്നത് ആ സമയത്ത് ആ ഫ്യൂസ് ബ്ലോ ആവും. അതാണ് ആ റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ 20 ആംപിയർ ഒന്നും ആ ആംപ്ലിഫയർ വലിക്കില്ല. ആ 20 ആംപിയർ എത്തി അത് ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആംപ്ലിഫയറിനകത്ത് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫോൾട്ട് അതായത് അതിന്റെ ഔട്ട്പുട്ട് ഷോർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിനകത്ത് ഡ്രോപ്പ് വോൾട്ടേജ് ഡ്രെയിൻ ആവുന്ന, അതായത് ആംപിയർ ഡ്രെയിൻ ആവുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ അത് ബ്ലോ ആവുള്ളൂ. അതും 20 ആംപിയറിന് മേലെ വന്നാൽ മാത്രമേ 20 ആംപിയർ 20 പ്ലസ് എത്രയാണോ വരുന്നത്, 21, 22 എത്രയിലേക്കാണോ അത് ഡ്രെയിൻ ആയി പോകുന്നത് ആ നിമിഷം അത് അടിച്ചു. അതാണ് ആ ഫ്യൂസ് കൊണ്ട് നമുക്ക് ആംപിന് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ ആംപ്ലിഫയർ എത്രയാണോ ആവശ്യത്തിന് വലിക്കുന്നത് അതാണ് വലിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ആംപിയർ ഒരു ടണ്ണ് കണക്കിന് കൊടുത്താലും അതിന് ആവശ്യമുള്ളത് അയാൾ എടുക്കുള്ളൂ. പക്ഷേ ആ ഫ്യൂസ് റേറ്റിംഗ് നോക്കിയല്ല നമ്മൾ സപ്ലൈ ഉണ്ടാക്കുന്നത്, നമ്മൾ അതിന്റെ വാട്ട്സ് റേറ്റിംഗ് നോക്കിയാണ് സപ്ലൈ ഉണ്ടാക്കുന്നത്. അതായത് ഈ ആംപ്ലിഫയർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 60 വാട്ട്സ് × 2 എന്ന് പറയുമ്പോൾ ആ 2 ചാനൽ 60 വാട്ട്സ് ആണ്. അത് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ആ വാട്ട്സിന് പിന്നെയും മാറ്റം വരും. അപ്പോൾ അതിനകത്ത് മാക്സിമം വാട്ട്സ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ വോൾട്ടേജും കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിനകത്ത് എത്ര വാട്ട്സ് ആണ് എടുക്കുന്നത്, അതിനനുസരിച്ച് എത്ര ആംപിയർ വേണം എന്നുള്ളത്. അപ്പോൾ ഫ്യൂസ് റേറ്റിംഗ് വെച്ചല്ല ഇങ്ങനെയുള്ള ആംപ്ലിഫയറുകളുടെ സപ്ലൈ റേറ്റിംഗ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് ഒരുപാട് പേര് സംശയത്തോടു കൂടി കമന്റിൽ ചോദിക്കുന്ന കാര്യമാണ്, വാട്സപ്പിൽ ചോദിക്കുന്ന കാര്യമാണ്. ഒരേ ഉത്തരം തന്നെ ഒരു ആഴ്ച കൊണ്ട് തന്നെ ഞാനൊരു 20 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അത് ഇനി ഇതിൽ പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കുക. വാട്ട്സ് റേറ്റിംഗ് അതെങ്ങനെ പീല് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം, അതെങ്ങനെ അറിയണം, എത്ര ആംപിയർ വേണം സപ്ലൈ എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ. അപ്പം മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.